ഡെയിലി യൂസിന് ഫുൾ ഓൺ തന്നെ ഇറക്കാൻ പറ്റുന്ന ഒരു കിട്ടുന്ന ഡീസൽ വണ്ടി ബലേന 25 മോഡൽ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. 25 മോഡലും ഉണ്ട്. 25 മോഡലും ഉണ്ട്. ആകെ 3000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. 7 സീറ്റർ ആണ് ഡീസൽ വണ്ടി കേട്ടോ. മഴക്കാലത്ത് ഫുൾ ഓൺ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും നമ്മൾ സാധാരണക്കാരൻ അത്യാവശ്യം നല്ല ബഡ്ജറ്റിലും 10-20 രൂപ അതിൽ ഫുൾ ഓണിലൊക്കെ ഇറക്കാൻ പറ്റുന്ന ഒത്തിരി നല്ല ഫാമിലി കാറുകളുണ്ട്. ഓട്ടോമാറ്റിക് കാറുകൾ നല്ലൊരു കളക്ഷൻ നമുക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഡെയിലി യൂസിന് നല്ല മൈലേജ് ഒക്കെ നോക്കുന്ന നല്ലൊരു കിഡിലൻ ഡീസൽ വണ്ടി ഉണ്ട്. അതിനാണ് നമ്മൾ തുടങ്ങുന്നത്. ഏകദേശം 10-24 വരെ ലോങ് ഡ്രൈവിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. അപ്പൊ ദോസ്റ്റിലാണ് കൂടെ നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം. ലോൺ കൊടുക്കാം. നമ്മുടെ ലൊക്കേഷൻ മലപ്പുറം പെരിന്തൽമണ്ണ റോഡിൽ അരിപ്ര സ്കൂൾ പടി. അപ്പൊ അത്യാവശ്യം ഫുൾ ലോണൊക്കെ നല്ല കിഡിലൻ വാഹനങ്ങളുണ്ട്. ഫസ്റ്റ് തന്നെ ഡെയിലി യൂസിന് ഫുൾ ഓൺ തന്നെ ഇറക്കാൻ പറ്റുന്ന ഒരു കിട്ടുന്ന ഡീസൽ വണ്ടി ബലേന. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2016 മോഡൽ 17 രജിസ്ട്രേഷൻ വണ്ടി. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ്. ആൽഫയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടിലാണ്. ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന വാഹനം. അതെ, ഫുൾ ഏകദേശം കമ്പനി ഫിറ്റിംഗ്സ്. സീറ്റ് കാര്യങ്ങൾ എല്ലാം അടിപൊളി സീറ്റ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് തന്നെയാണ്. ഡീസൽ ആണ്. അത് നമുക്ക് ഏറ്റവും ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ട് എഞ്ചിന് മെക്കാനിക്കൽ 100% ഗ്യാരണ്ടി കൊടുക്കാം. സർവീസ് ലോ കിലോമീറ്റർ 84,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. അപ്പൊ ഡീസൽ നമുക്ക് ഡീസലിൽ ഇപ്പൊ ഇത്രയും കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ വണ്ടി ഇട്ട ഇച്ചിരി പാടാണ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കും? 5,45,000. അത് ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത വർഷം നല്ല കളക്ഷൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഇപ്പൊ ന്യൂ ഫേസിലൊരു ഓട്ടോമാറ്റിക്കൽ ഒരു സ്വിഫ്റ്റ് വരുന്നുണ്ട് അല്ല. അപ്പൊ അത് നമുക്ക് അത്യാവശ്യം നമുക്ക് ഇറങ്ങി തുടങ്ങണുള്ളൂ. ഇതുവരെ നമുക്ക് വീഡിയോയിൽ വന്നിട്ടില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ ന്യൂ ഫേസിൽ വരുന്ന ഒരു കിഡിലം ന്യൂ മോഡൽ സ്വിഫ്റ്റ് വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2025 മോഡൽ വണ്ടിയാണ്. 2025 മോഡൽ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. 25 മോഡലും ഉണ്ട്. 25 മോഡലും ഉണ്ട്. ആകെ 3000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓടിയിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രയും ഗ്യാരണ്ടി വരാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നമ്മളൊരു പുതിയ വാഹനം എടുക്കുന്ന അതേ ഫീൽഡിലാണ്. വെറും 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് വണ്ടി. അത് നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, അതേപോലെ LCD സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. 25 മോഡല് സിംഗിൾ ഓണർ വണ്ടി. അത് നമുക്ക് വെറും 3000 കിലോമീറ്റർ ഓട്ടോമാറ്റിക്. എത്ര രൂപ ചെയ്യാൻ പറ്റും? 6,95,000. 6,95,000. ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റൂത്? ഇത് ഒരു 10-50 വണ്ടി ഇറക്കാം. അടുത്ത നമ്മൾ 7 സീറ്ററിലേക്കാണ് പോകുന്നത്. കിയയുടെ കാരൻസ്. അതും ബ്ലാക്കിൽ നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നൊരു അടിപൊളി വാഹനമാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2022 മോഡൽ ഡീസൽ വണ്ടിയാണ്. 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. അപ്പോൾ ഡീസൽ വണ്ടിയാണ്. 7 സീറ്റർ ആണ്. അതും നമുക്ക് ലോ കിലോമീറ്റർ വണ്ടി അല്ലേ. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും നല്ല മൈലേജും കിട്ടുന്ന ഒരു 7 സീറ്റർ ആണ്. നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനം. ഇത് എങ്ങനെയായിരുന്നു നമുക്ക് ചോദ്യം? ഇത് നമുക്ക് ഏകദേശം 12 രൂപ റേഞ്ച് കൊടുക്കും. 11,95 നമുക്ക് വണ്ടി 11,95 നമുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ഫുൾ ഓൺ കിട്ടും? ഇത് ഫുൾ ഓൺ അല്ലേ? ഡീസൽ തട്ടുണ്ട് വണ്ടി. ഫ്രണ്ട് ബോണറ്റ് ഗ്ലാസ് ഒക്കെ മാറിയിട്ടുണ്ട്. മേജറൊന്നല്ല, അത്യാവശ്യം ചെറിയ തട്ട് തന്നെ മതി ഇതിന്. പക്ഷെ കൂടുതൽ എമൗണ്ട് കയറും ക്ലെയിമിലൊക്കെ. നമുക്ക് പിന്നെ ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. 7 സീറ്റർ ആണ് ഡീസൽ വണ്ടി കേട്ടോ. അടുത്തൊരു വീണ്ടും നമുക്കൊരു ഡീസൽ തന്നെ ഒരു SUV ആണ്. മാരുതി സുസുക്കി വിറ്റാര ബ്രസ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2018 മോഡല് സിംഗിൾ ഓണർ 89,000 കിലോമീറ്റർ. വീഡിയോ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. ഏകദേശം 18-20 മൈലേജിന് കിട്ടുന്ന ഒരു വാഹനം അല്ലേ? എത്ര നമ്മൾ ഈ വാഹനത്തിന് 6,95,000 6,95. ഏകദേശം ഒരു 45 രൂപ 40 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഫുൾ ലോൺ കൊടുക്കും. ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റൂല. അടുത്ത നമുക്ക് വീണ്ടും ഒരു ടൊയോട്ട കൊറോള ഓൾട്ടീസ് ആണ്. ഓൾട്ടീസ് നമുക്ക് 2 എണ്ണം വരുന്നുണ്ട്. ഇത് ഫുൾ ബ്ലാക്ക് വണ്ടിയാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2015 മോഡല് ഡീസൽ ആണ്. ജേൺ ഓപ്ഷൻ വരുന്നത് കേട്ടോ. 3rd ഓണർഷിപ്പ് ആണ്. 1,20,000 കിലോമീറ്റർ. ഓക്കെ. ഇത് നമുക്ക് 5,95,000 രൂപ വെച്ചിട്ടുണ്ട്. 5,95,000 മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുക. ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കുക. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 6,48 വണ്ടിയാണ്. അപ്പൊ നമ്മൾ 5,95 നമ്മൾ പറയുന്നത് 50 രൂപ നമ്മൾ കുറച്ചിട്ടുള്ള റേറ്റ് ആണ്. ഇനി ഇതിൽ നമുക്ക് ഒരു 10-20 കുറച്ച് കസ്റ്റമർ വരുന്നതിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. വന്ന് ഇഷ്ടപ്പെട്ട നമുക്ക് ഇതും ഫൈനൽ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 19 രൂപയ്ക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അത് നമുക്കൊരു ഐട്ടൺ ആണ്. ഗ്രാൻഡ് ഐട്ടൺ. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2014 മോഡൽ വണ്ടി. 46,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. സ്പോർട്സ് ആണ്. ബട്ടൺ ഷാർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഏകദേശം 4 ടയറും പുതിയതാണ്. ഇപ്പൊ കമ്മി ടയർ മാറാനുള്ളതാണ്.
നാല് ടയറും മാറിയാണ് കൊടുക്കുമ്പോഴുണ്ട്. ഓക്കെ, എത്ര രൂപ ചെയ്യാൻ പറ്റും? നമ്മൾ 2.75 കൊടുക്കും. 2.70. ചെറിയ 25 രൂപ മുടക്കില് ബാക്കി ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ മുടക്കില് ബാക്കി ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ എടുക്കാം. അപ്പം നമുക്ക് ലോ കിലോമീറ്റർ ആണ്, അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് 25,000 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം അല്ല. അതാണ് നമുക്കൊരു ന്യൂ മോഡൽ ഹോണ്ട സിറ്റി ആണ്, അതും സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിടിലൻ വാഹനം. ലോ കിലോമീറ്റർ വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2020 മോഡലാണ് VX, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ആ 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ അത് തീരെ ഓടിയിട്ടില്ല എന്ന് പറയാം. അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വണ്ടി, ഫുൾ ഫിറ്റിംഗ്സ് തന്നെ വരുന്ന കിടിലൻ വാഹനം അല്ല. അതെ. ഓക്കെ, എങ്ങനെയായിരുന്നു പിന്നെ നമുക്ക് ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് 8,45,000 രൂപ ചോദിക്കുന്നുണ്ട്. നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം, പാർട്ടിക്ക് അനുസരിച്ച് കൊടുക്കാം. ഏകദേശം ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ന്യൂ ഫേസ് വണ്ടിയാണ്, അതും സൺറൂഫ് എല്ലാം വരുന്ന വണ്ടിയാണ്. മാനുവൽ അല്ല വണ്ടി ആയിരുന്നു. മാനുവൽ അത്യാവശ്യം മൈലേജും കിട്ടൂല. അടുത്ത നമുക്ക് ഇനി വീണ്ടും ഒരു സെഡാൻ തന്നെയാണ്. ഡീസൽ ഒരു സെമി പ്രീമിയം വെഹിക്കിൾ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ടൊയോട്ട കൊറോള ഓൾട്ടിസ് വൈറ്റ് ഫിനിഷിങ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇന്ത്യയിലൊക്കെ നല്ല കിടിലനാണ്, നല്ല സ്പേഷ്യസ് ആണ്, അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു സെമി പ്രീമിയം വെഹിക്കിൾ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2015 മോഡല് ജെ ആണ് വണ്ടി ഓപ്ഷൻ വരുന്നത് കേട്ടോ. ജെ 2015 G ആണ്. 1,90,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി കേട്ടോ. ഇത് നമ്മള് 6,45,000 രൂപ 6,45 ചെയ്യാൻ പറ്റും. ഒരു ഡീസൽ വണ്ടിയാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസം ചെയ്താൽ കൊടുക്കും ചെയ്യാം. മാക്സിമം ലോണും ചെയ്യാം. അടുത്ത നമുക്കൊരു ന്യൂ ഷേപ്പിൽ വരുന്ന ഒരു i20 ആണ്. അതും റെഡ് ഫിനിഷിംഗില് നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനം. 2021 മോഡൽ വണ്ടി അല്ലേ? ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത്? പെട്രോൾ ആണ് വണ്ടി വരുന്നത്. ആസ്റ്റാണ്, ഏറ്റവും ടോപ്പ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 1,70,000 ഓടിയിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. അതും നമുക്ക് നല്ല മൈലേജും ലോ മെയിൻ്റെനൻസും വരുന്ന ഒരു വാഹനം അല്ല. എത്ര ചോദിക്കുന്നത് നമ്മൾ? 6,45 ചോദിക്കുന്നത്. നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം. മാക്സിമം കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം ഫുൾ ഓൺ ഒക്കെ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ഏകദേശം ചെയ്യാം. ഏകദേശം നമുക്ക് ഇല്ലെങ്കിൽ ഒരു 19 രൂപ വേണ്ടി. അത്രേ ഉള്ളൂ. അടുത്ത നമുക്ക് ഇതാണ് ഒരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കിടിലൻ ഫാമിലി വെഹിക്കിൾ ആണ് റിഡ്സ്. കാരണം നമുക്ക് ലോ മെയിൻ്റെനൻസ് ആണ്, അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ട് ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണോ? അതെ, ഒറിജിനൽ കേരള വണ്ടിയാണ്. 4th ഓണർഷിപ്പ് ആണ്. 88,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ്. പെട്രോൾ വണ്ടിയാണ്. ഇത് നമുക്ക് 2 MB കൊടുക്കാം. 2 MB ഏകദേശം 30 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോണും കൊടുക്കാം. ലോൺ ചെയ്യാം. 14 മോഡൽ ന്യൂ ഷേപ്പിൽ വണ്ടി. അടുത്ത നമുക്ക് ഇതാണ് ചെറിയ ബഡ്ജറ്റിൽ വാഹനം നോക്കുന്നത് സാൻഡ്രോ അല്ലെ. പേപ്പർ കാര്യങ്ങളൊക്കെ പുതിയ പേപ്പർ എല്ലാം സെറ്റ് അല്ല വണ്ടി? അതെ. പേപ്പർ അല്ല, അത് ഈ മാസം ലാസ്റ്റ് ആണ് പേപ്പർ. നമുക്കൊരു 1,20,000 ഫുൾ പേപ്പർ എടുത്താൽ കൊടുക്കാം. 1,20,000 പേപ്പർ എടുത്താൽ കൊടുക്കാം. ഫുൾ 5 വർഷത്തെ പേപ്പർ എടുത്താൽ കൊടുക്കാം. അടുത്ത നമുക്ക് നിസാന്റെ മൈക്രയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? മൈക്ര 2014 മോഡൽ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് സിംഗിൾ ഓണർഷിപ്പിലാണ്. ആകെ ലോ കിലോമീറ്റർ വണ്ടി കേട്ടോ. CVT ഓട്ടോമാറ്റിക് 59,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ആ വണ്ടിയുടെ നീറ്റ് കണ്ടാൽ തന്നെ അതല്ല, വണ്ടി ക്വാളിറ്റി വണ്ടി. ഓക്കെ, അത് നമുക്ക് ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി അല്ലേ? ടോപ്പ് ലോഡ് വണ്ടി. അതിന്റെ വണ്ടിയുടെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ നോക്കാം. അത്രയും നീറ്റിൽ കൊണ്ടുവരുന്ന വണ്ടിയാണ് അല്ലെ. നമുക്ക് അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന. എത്ര രൂപ ചെയ്യാൻ പറ്റും? 3,15 കൊടുക്കാം. 3,15 മാക്സിമം ലോൺ ചെയ്യാം. അതെ, മാക്സിമം ലോൺ ചെയ്യാം. അടുത്ത വീണ്ടും നമുക്ക് ഒരു എക്സ്പ്രസോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് 3 എക്സ്പ്രസോ പരിചയപ്പെടുന്നു. അതിൽ റെഡ് ഉണ്ടായിരുന്നു, വൈറ്റ് ഉണ്ടായിരുന്നു. ഇതിൽ ഗ്രേ 2 റെഡ് ഉണ്ടായിരുന്നു, ഒരു വൈറ്റ് ഉണ്ടായിരുന്നു. ഇതെങ്ങനെയായിരുന്നു? ഗ്രേ കളർ ഉണ്ട്. ഇത് 2020 മോഡൽ സെക്കൻഡ് ഓണർ. 74,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓക്കെ, നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഏകദേശം നമുക്ക് ഒരു 10-20 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ല. എത്ര നമ്മൾ ചോദ്യം? നമ്മൾ 3,75,000 രൂപ. 3,75 ഒരു 20 രൂപ വണ്ടിയിൽ വണ്ടി ഇറക്കാൻ പറ്റും. അടുത്ത് വീണ്ടും ചെറിയ ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇയോൺ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2013 മോഡലുണ്ട്. ഇത് നമുക്ക് ഡിലൈറ്റ് പ്ലസ് ആണ്. 3rd ഓണർഷിപ്പിൽ 1,30 ഓടിയ വണ്ടി. ഓക്കെ, എത്ര ചോദിക്കുന്നത്? 1,20,000 നമുക്ക് കൊടുക്കാം. 1,20,000 ചെറിയൊരു ബൈക്കിന്റെ പ്രൈസ് മഴക്കാലത്ത് ഫുൾ ഓൺ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫുൾ ഓൺ ആണ്. ഒരു 3,000-4,000 രൂപ EMI വരുള്ളൂ. അടുത്ത നമുക്കൊരു സെലേറി ആണ്. ഇത് ഓട്ടോമാറ്റിക് നമ്മളടുത്ത് ഒരുപാട് വണ്ടികളുണ്ട്. ഏകദേശം 8-9 വണ്ടിയോളം ഓട്ടോമാറ്റിക് ഉണ്ട്. ഓട്ടോമാറ്റിക് വണ്ടികൾ ചോദിക്കുന്നവര് എല്ലാ ഐറ്റംസും ഉണ്ട്. ബ്രസ ഉണ്ട് വേണമെങ്കിൽ. അത്
ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? അതെ അതെ. ഓക്കെ, ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2019 മോഡൽ 20 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർഷിപ്പ്, 88,000 കിലോമീറ്റർ. ഓക്കെ, എത്ര പെട്രോൾ ആണ് ഇത്. നമ്മൾ ചോദിക്കണം 4.25 ചോദിക്കണം. നമുക്ക് 4 റുപ്യക്ക് ഓഫർ പ്രൈസ് കൊടുക്കും. 4 റുപ്യക്ക് 4 റുപ്യക്ക് ഏകദേശം 4.5 ഫുൾ ലോണും കയറും. ഫുൾ ലോൺ നമുക്ക് ചെയ്യാം. പൈസ കാര്യങ്ങളൊന്നുമില്ല, ക്ലിയർ ഗ്യാരണ്ടി വരാൻ പറ്റുന്ന. അതെ അതെ അതെ. ഒരു ഹോണ്ട ജാസ്, ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2015 മോഡലാണ്. 15-16 85,000 ഓടിയ സിംഗിൾ ഓണർ ഉണ്ട്. ഡീസൽ ആണോ വണ്ടി? ഡീസൽ അല്ല, പെട്രോൾ ആണ്. പെട്രോൾ അല്ലേ? എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമ്മൾ ചോദിക്കുന്നത് 3.25 റുപ്യക്ക്. 3.25. ചെറിയൊരു പ്രൈസിന് 3.95 കഴിഞ്ഞ വീഡിയോ ഇട്ടിന്. അതൊക്കെ ഏകദേശം ഫുൾ ലോൺ കൊടുക്കാൻ 10-25 ഹാഷ് ബാക്ക് കൊടുക്കാം. അപ്പൊ അതാണ് നമുക്ക് 1-2 മാസത്തെ EMI നമുക്ക് ക്യാഷ് ബാക്കിൽ വാങ്ങാനും ഒരു വാഹനമാണ് കേട്ടോ. അടുത്ത് വീണ്ടും നമുക്ക് ഒരു ഓൾട്ടോ 800 ആണ്. 800 ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. എങ്ങനെയായിരുന്നു മോഡൽ? 2019 മോഡൽ 20 രജിസ്ട്രേഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണറാണ്. 70,000 കിലോമീറ്റർ. പൈസ കാര്യങ്ങളൊന്നുമില്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും ഇത്? നമുക്ക് 2 ലക്ഷം റുപ്യ അല്ല 3 ലക്ഷം റുപ്യ കൊടുക്കാം. 3 ലക്ഷം രൂപക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഫുൾ ഓൺ ആണ്. ഒരു 20 റുപ്യ കൊടുക്കും. 20 റുപ്യ കൊടുക്കില്ല, നമുക്ക് ചെയ്യാം, വണ്ടി ഇറക്കാൻ പറ്റും. ഫ്രണ്ട്സ്, നമ്മളുണ്ടായിരുന്നത് ദോസ്തിലാണ്. അത്യാവശ്യം നല്ല ചെറുകാറുകൾ നല്ലൊരു കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സാധാരണ ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും ഒത്തിരി നല്ല കളക്ഷൻസ്. അതിൽ ഓട്ടോമാറ്റിക് കാറുകളും നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. മാക്സിമം ഫുൾ ഓണോ 10-20 രൂപയൊക്കെ നമ്മൾ മുടക്കിയാൽ ബൈക്കിൻ്റെ പ്രൈസൊക്കെ കൊണ്ടാൻ പറ്റുന്ന വാഹനം നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ദോസ്തിലാണ് ലൊക്കേഷൻ വരുന്നത്. മലപ്പുറം പെരുന്തൽമണ്ണ റൂട്ടിൽ അരിപ്ര സ്കൂൾ പടി. കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്ന കാണാം. റിയാസ് സൈനിങ് ഓഫ്.